നമ്മൾ ഈ മനുഷ്യരുടെ ഒരു ഭാവം കണ്ടാ തോന്നും ഈ പ്രപഞ്ചം മൊത്തം നമുക്ക് വേണ്ടി മാത്രം പണിതു വെച്ചതാണെന്ന്. സത്യത്തിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ഈ മഹാപ്രപഞ്ചത്തിൽ ഭൂമി വെറുമൊരു കടുകുമണിയാണ്, നമ്മളോ അതിലൊരു പൊടിയും. എന്നാൽ കല്യാണത്തിന്റെ കാര്യം വരുമ്പോഴാണ് ഇതിലും വലിയ കോമഡി. ഒരു കൂരയ്ക്ക് കീഴിൽ കഞ്ഞിയും കുടിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടത് രണ്ട് പച്ച മനുഷ്യന്മാരാണ്. അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുമോ, സ്വഭാവം ഒത്തുവരുമോ എന്നതിലൊന്നും ഇവിടെ ആർക്കും വലിയ കാര്യമില്ല. പിന്നെയോ കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറം കിടക്കുന്ന ചൊവ്വയ്ക്ക് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വല്ല താല്പര്യവുമുണ്ടോ എന്നാണ് നമ്മൾ പ്രശ്നമാണല്ലോ നായരെ. എന്തായി കാണുന്ന ആകെ പ്രശ്നങ്ങളാണല്ലോ നായരെ. അയ്യോ, എന്താ പണിക്കരെ വേണ്ട കുഴപ്പമുണ്ടോ? കുഴപ്പം മാറ്റാനല്ലേ നായരെ നമ്മളിവിടെ ഇരിക്കുന്നത്. ഏഴാം ഭാവത്തിൽ ചൊവ്വ കിടന്ന് ഇങ്ങനെ കളിക്കുക. രാഹുവും കേതുവും പിന്നെ സർക്കസ് വേറെ. ചെലവുണ്ട്. മംഗല്യപൂജ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ. ഈ കുട്ടിയുടെ ശരീരത്തിൽ പല പല പ്രശ്നങ്ങളുണ്ട്. ദശാസന്ധിയുടെ അങ്ങേ അറ്റം കിടന്ന് പുകയാണ്. തഥാ സമക്ഷം ദഹതാ മനോരഥം ഈനാ കീനാ ബദ്ധ മനോരഥ. ഭക്ഷണം തന്നെ ഉപേക്ഷിച്ച ചില ശ്ലോകങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴിയില്ല. പൈസ ഉണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അത് സ്വരൂപിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഈ കുട്ടിയുടെ ദശാസന്ധി ആയിട്ട് തീർക്കുക വേണം, ചെയ്യണം. ഈ പ്രശ്നങ്ങൾ മുഴുവൻ തീരണമെന്നുണ്ടെങ്കിൽ ചെലവ് ചെയ്തേ പറ്റൂ. എന്നാലും ഏകദേശം എന്ത് വരും ഗുരുനാഥ? ചെലവെന്ന് പറയുമ്പോ സ്മർണോഫ് ഒരു ഫുള്ള് 2 കോഴി, മംഗല്യപൂജക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും വേണം. ശരി ശരി, ആയിക്കോട്ടെ. അപ്പൊ പൂജയൊക്കെ ഞാൻ ഗംഭീരായിട്ട് ചെയ്തോളാം. ഇപ്പൊ നിങ്ങൾ പൊക്കോളൂ. അതെങ്ങനെ വെച്ചാ ചെയ്താ മതി. ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ ഉഷാറാക്കി തരാം. ആയിക്കോട്ടെ കേട്ടോ. നമ്മുടെ ഒരു നിത്യവരുമാനാണ് ഇപ്പത്. ഇയാളെ പെൻഷൻ വരെ ഞാൻ വാങ്ങും. ജീവിച്ചു പോണ്ടേ. ഭഗവാനെ കാത്തു രക്ഷിക്കണേ. ഹലോ, ശ്രീഹരി അല്ലേ? ശ്രീഹരി, നീ ഒരു കാര്യം ചെയ്യേ, നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. കല്യാണം ഏകദേശമൊക്കെ ഞാൻ ആ പാർട്ടിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നീ നടത്തി തരണം. ഞാൻ പറഞ്ഞ എമൗണ്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടണം. എന്നാലാണ് ഇതൊക്കെ നടക്കുകയുള്ളൂ. നിന്റെ കൂതറ പരിപാടികളൊക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ, അവരെ അറിയിച്ചിട്ടില്ല. നീ എന്താണെങ്കിലും ചായക്കടയിലേക്ക് വാ, വിശദമായിട്ട് നമുക്ക് അവിടുന്ന് സംസാരിക്കാം. ശ്രീഹരി, അത് നല്ല കുട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത്ര നല്ലൊരു ബന്ധം ഇനി നിനക്ക് കിട്ടാൻ വഴിയില്ല. നിന്റെ ചില ഏടാകൂടങ്ങളും പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. അതിപ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കുരുത്തക്കടിൻ്റെ അങ്ങേയറ്റാണ് നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിപ്പോൾ അവരെ നമ്മൾ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തരാനുള്ള കാര്യങ്ങൾ നീ കറക്റ്റായിട്ട് തരിക. എൻ്റെ കാര്യങ്ങൾ നീ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ കാര്യവും സെറ്റാവും. നായരുടെ നമ്പർ ഉണ്ടായിരുന്നല്ലോ, കണ്ണും പിടിക്കണില്ല ഭണ്ഡാരം. നായർ, ഓക്കെ. ഹലോ, നായരല്ലേ? നായരെ, ഞാൻ ആ ചെക്കനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നല്ല പാർട്ടിയാണ് കേട്ടോ. ദുബായിലാണ്. അവന് അത്യാവശ്യം ശമ്പളവും കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട്. കുട്ടിക്ക് നിങ്ങൾ എന്താ വേണ്ടിച്ച കൊടുത്താൽ മതി. അങ്ങനെ ഒരു ചോദ്യവും സംഭവങ്ങളൊന്നുമില്ല. കല്യാണമൊക്കെ ചെറുമണ്ഡപത്തിൽ മതി, ചെറിയ രീതിയിലേ. അത് നമുക്ക് എന്താണെങ്കിലും ഞാൻ നടത്തി തരാം. ഞാനല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടണം. ടിക്കറ്റ് ഇന്നത്തെ ആർക്കാ ടിക്കറ്റ് വേണ്ട? ഇന്നത്തെ ടിക്കറ്റ് ആർക്കാ വേണ്ട? സാറെ ടിക്കറ്റ് എടുത്തോളൂ. ഇന്നത്തെ ടിക്കറ്റ് സാറിന്റെ മുഖത്ത് ഭയം കാണണ്ടല്ലോ. ഇന്നത്തെ ടിക്കറ്റ് എടുത്തോളൂ. എത്ര ടിക്കറ്റ് എടുത്തോളൂ? 50 രൂപയുള്ളൂ. ഒരു 50 രൂപയാണ്. 1 കോടിയാണ് ഫസ്റ്റ് പ്രൈസ്. ചേച്ചി ടിക്കറ്റ് വേണോ? ഇന്നത്തെ ടിക്കറ്റ് എടുത്തോളൂ. പോട്ടെ, ഒരു ടിക്കറ്റ് വാങ്ങിക്കോളും. എത്രയാണ്? 50 രൂപയുള്ളൂ. ഇന്നത്തെ ഇത് ബാക്കിയുണ്ടാവോ? അടിക്കും, നിങ്ങൾക്ക് അടിക്കും. ഒരു ഫസ്റ്റ് പ്രൈസ് അടിക്കും. മുഖത്ത് കാണാണ്ട് ഭാഗ്യം. ശരി, അടിക്കട്ടെ. ഹലോ. ബാധ ഒഴിഞ്ഞില്ലേ? അത് ഞാൻ ഒഴിപ്പിച്ചതാണല്ലോ. അത് ശരി.
എടോ പണിക്കരെ, താൻ എന്നെ ചതിക്കായിരുന്നു അല്ലേ? തനിക്കിത് അറിയാമായിരുന്നോ? നേരത്തെ ചെറുക്കൻ അവിടെ ഒരു പെണ്ണും കുട്ടിയും കുടുംബമൊക്കെ ഉള്ളത് ഈ വിവരം തനിക്ക് അറിയായിരുന്നില്ലേ? താൻ എന്നെ ശരിക്കും ചതിക്കായിരുന്നു അല്ലേ? എന്റെ കുട്ടിയുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്താണെന്ന് തനിക്കറിയാവോ? എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? നല്ല സുഖമായി സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് കൈ വന്നിട്ട് പോകുന്നതാണല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? ഇപ്പൊ അവൻ പോയി, അവന്റെ വിവരമില്ല, സംഭവമില്ല, വിഷയമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരവാദിത്വം? പിന്നെ അവന് ഭാര്യയും കുട്ടികളുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട. അതൊക്കെ നമ്മുടെ ജ്ഞാനദൃഷ്ടിയില് അവര് കുഴപ്പമില്ല എന്ന് തോന്നി, അതുകൊണ്ട് മനോഹരമായിട്ട് കല്യാണം കഴിഞ്ഞു. പിന്നെ അവൻ ഇട്ടെറിഞ്ഞു പോയാൽ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഇതിപ്പോ ഒരൊറ്റ പരിഹാരമുള്ളൂ. ഇവൾക്ക് വല്ല കരിമ്പൂരാടം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് വേറൊരു പ്രശ്നം വെച്ച് നോക്കാം. എനിക്കൊക്കെ ഒളിപ്പുണ്ടോ? നമ്മളെ പോവാ. ഇത് ആരെ കണിയുണ്ടാണാവോ? മൂന്നാമത്തെ അലവലാതി കേസാണല്ലോ ഇത്. നമ്മളോടാ കളി. പ്രശാന്തേ, ഒരു കാര്യം അങ്ങോട്ട് പറയാം. ഇപ്പൊ നമ്മൾ ഈ പോണ പണിക്കരുണ്ടല്ലോ, സത്യസന്ധനായ പണിക്കരാ. കാര്യമുള്ളത് ഉള്ളതുപോലെ പറയും. അയാളടുത്ത് നമുക്ക് പോയി നോക്കിയിട്ട് പിന്നീടുള്ള കാര്യം പിന്നീട് തീരുമാനിക്കാം. നമസ്കാരം ജോത്സ്യരെ. നമസ്കാരം. ഇവിടെ കുറെ ആലോചന തന്നെ കണ്ടിട്ട് എന്താണോ പതിവില്ലാണ്ട് ഈ വഴിക്കൊക്കെ കയറിയുന്ന? ഞാന് നമ്മള് പയ്യന്റെ ജാതകം നോക്കാൻ വേണ്ടി വന്നതാണ്. അത് 2-3 പണിക്കന്മാരടുത്ത് പോയി നോക്കിയപ്പോ ചെറിയ ദോഷാണ് കല്യാണം ഒന്നും ശരിയാവില്ല. അപ്പൊ ഗുരുനാഥന്റെ അടുത്ത് വന്നിട്ട് ഇതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടെ പോകുന്നതാണ്. ഗുരുനാഥൻ ഇതൊന്ന് നോക്കിയിട്ട് ഒന്ന് പറയും. ഈ ജാതകം ആരുടെ കാണിച്ച്? നമ്മുടെ സതീശൻ പണിക്കരടുത്ത്. പൂജകൾ എന്തേലും ചെയ്തോ? എന്റെ ഗുരുനാഥൻ ചെയ്യാത്ത വഴിപാടുകൾ ഒന്നുമില്ല. ഇനിയിപ്പോ എന്താ അതിനൊരു പ്രതിവിധി വെച്ചാ ഒന്ന് നോക്കി പറഞ്ഞു തരാം. ഇതിനിപ്പോ പ്രതിവിധി മുഹൂർത്തം നോക്കുക, കാലി കെട്ടുക, അത്രേ വേണ്ടു. പ്രശാന്തേ, ഒരു സന്തോഷ വാർത്ത ഉണ്ടോ? എന്തേ? ഞാനൊന്ന് ഇരിക്കട്ടെ. അന്ന് എടുത്ത ടിക്കറ്റ് ഇല്ലേ, ലോട്ടറി? എടുത്തിരുന്നു. അതിന് ഫസ്റ്റ് പ്രൈസ് എന്റെ ഭാഗ്യം തെളിഞ്ഞു. പറയും. കള്ളിയങ്കാട്ട് നീലയുടെ കല്യാണം. അപ്പൊ പിന്നെ പന്തലൊക്കെ കരിമ്പനയുടെ മേലെയാണോ? പണിക്കരെ എത്ര കുടുംബങ്ങളാണ് തിരിച്ചറിയോ? അപ്പൊ നീലി നമ്മളൊരു പഴയ പരിചയക്കാരിയാണല്ലോ. ആ ബാധ നമുക്ക് വേറൊരു രീതിയിൽ മാറ്റാം. അതിന് ലേശം ചെലവുണ്ട്. അത് ശരി. അല്ല അതല്ല ഞാൻ പറഞ്ഞത്, അതല്ല.